ഹലോ ഹായ് നമുക്കിന്നൊരു കണവത്തോരൻ വയ്ക്കാം. നമുക്കതിന് ആദ്യമായിട്ട് പാത്രത്തിൽ നന്നായി വൃത്തിയാക്കിയ കണവ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ഉപ്പും മഞ്ഞളും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്കും അതിന് വേണ്ട അരപ്പിനുള്ള സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. തേങ്ങ പൊട്ടിച്ച് അതിനൊക്കെ ഒന്ന് തിരുമിയെടുക്കുക. പാത്രത്തിൽ മറ്റൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് കുറച്ച് ചെറിയ ഉള്ളി വൃത്തിയായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ട് വരുന്നതിലേക്ക് നമുക്ക് ഈ വെന്തിരിക്കുന്ന കണവയെ വെള്ളമൊന്നുമില്ലാണ്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണവയ്ക്ക് വേവ് കൂടുതലായതുകൊണ്ടാണ് സെപ്പറേറ്റ് ഇട്ട് നമ്മൾ വേവിക്കുന്നത്. അതിനുശേഷം നമുക്ക് അരപ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അരപ്പിന് വേണ്ടത് തേങ്ങ, പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇടുക. കുരുമുളക് ഉണ്ടെങ്കിൽ അതുകൂടി ഇടാം. എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. എന്നിട്ട് ഈ അരച്ച അരപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി അതിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കളറിന് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇല്ല അതേ സെയിം കളർ മതിയെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അത് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോഴത്തേക്ക് നമ്മുടെ കണവ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കരിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ കണവ റെഡിയായി. താങ്ക് യു.